മേൽവസ്ത്ര വിവാദത്തിനിടയിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് ദർശനം നടത്തിയ SNDP യോഗം പ്രവർത്തകർ. പത്തനംതിട്ട പെരുന്നാട് കക്കാട് കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഷർട്ട് ധരിച്ച് ചുറ്റമ്പലത്തിൽ പ്രവേശിച്ചത്. SNDP സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ദർശനം. ഇന്ന് രാവിലെ പെരുന്നാട് കക്കാട് കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് SNDP സംയുക്ത സമിതി അംഗങ്ങൾ ഷർട്ട് ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തിയത്. എതിർപ്പുകളില്ലാതെ ദർശനം പൂർത്തിയാക്കാനും പ്രവർത്തകർക്കായി. അവർ പറഞ്ഞു ഷർട്ട് ഊരിട്ട് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഷർട്ട് ഊരാതെ കൊണ്ട് കയറാൻ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. പിന്നെ അവരൊന്നും പറഞ്ഞില്ല. തൃശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിൽ ഷർട്ടിടാതെ ദർശനം നടത്തിയതെന്നാണ് വിശദീകരണം. ദേവസ്വം ബോർഡ് SNDPയോട് കാണിക്കുന്ന നിലപാട് ശരിയല്ല. 65% വരുന്ന ഈഴവ വിഭാഗക്കാർ ഇപ്പോഴും അവഗണന നേരിടുകയാണെന്നും പ്രവർത്തകർ. ഞങ്ങൾ നേരത്തെ തന്നെ ഒരു തീരുമാനം എടുത്തു, എങ്കിലും ഞങ്ങൾ അതിന് മുതിർന്നില്ല. ഇപ്പോൾ ഇത് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കാരണം കൂടൽമാണിക്യത്തിലെ ക്ഷേത്ര ആരാധന നടത്തുവാനും അവിടെ ജോലി ലഭിച്ച കഴകൻ തച്ചിയിൽ ജോലി ലഭിച്ച ബാലുവിനെ അവിടുന്ന് മാറ്റി നിർത്തുകയും ചെയ്ത ആ പ്രശ്നത്തിലാണ് ഞങ്ങൾ പെരുന്നാട് സംയുക്ത സമിതി കൂടുകയും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറണമോ വേണ്ടയോ എന്നുള്ളത് വിശ്വാസികളുടെ വ്യക്തിപരമായ തീരുമാനമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചു. പൊതുവായി ഷർട്ടിട്ട് കയറണമെന്ന വാദത്തെ ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടില്ല എന്നും PS പ്രശാന്ത് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അവിടെ അവര് ഷർട്ടിട്ട് കയറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഷ്കൃത സമൂഹമാണ്, നമ്മളൊരു ആധുനിക സമൂഹമാണ്. ആ ആധുനിക സമൂഹത്തിൽ, പരിഷ്കൃത സമൂഹത്തിൽ ഷർട്ടിട്ട് കയറുന്നവരെ തടസ്സപ്പെടുത്തുന്ന ഉചിതമാണോ നിങ്ങൾ തന്നെ പറയും. അപ്പൊ തടയാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടില്ല. എന്നാൽ ഷർട്ടിട്ട് കയറണം, പൊതുവായി ഷർട്ടിട്ട് കയറണം എന്നുള്ള വാദത്തെയും ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ച് കയറാൻ അനുവദിക്കണമെന്ന് SNDPയും ശിവഗിരി മഠവും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മറ്റു ശാഖകളെയും സംഘടിപ്പിച്ച് കേരളത്തിലാകെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് പ്രവർത്തകരുടെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.